തൃശൂരിൽ ക്ഷേത്രോത്സവത്തിനിടെ പരസ്യ മദ്യപാനം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലാണ് വലിയ വിളക്കിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കിടയിൽ മദ്യപിച്ചത്. മദ്യക്കുപ്പികളുമായി എത്തിയവർ സ്ത്രീകളടക്കമുള്ള ഭക്തർക്കിടയിൽ നിന്നാണ് മദ്യപിച്ചത്. പരസ്യ മദ്യപാനം നടത്തിയവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തർ രംഗത്തെത്തിയ വിശദാംശങ്ങളുമായി സനു കെ സജീവ് ചേരുകയാണ്. സനു, ഒരു ആചാരാനുഷ്ഠാന ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള പരസ്യ മദ്യപാനം ഉണ്ടായത്. ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? എത്രത്തോളം പ്രതിഷേധവും ഉയരുകയാണ്? കഴിഞ്ഞ ദിവസമാണ് ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ വിളക്കെഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരിപാടികൾ അല്ലെ ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ പരസ്യ മദ്യപാനം നടത്തിയിട്ടുള്ളത്. വലിയ രീതിയിൽ ആളുകൾ കൂടി നിൽക്കുന്നതിനിടയിൽ പരസ്യമായിട്ട് കുപ്പിയിൽ നിറച്ചുകൊണ്ടുവന്ന മദ്യക്കുപ്പിയിൽ കൊണ്ടുവന്ന മദ്യം പരസ്യമായിട്ട് കുടിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അവർ പരസ്പരം അത് കൈമാറുന്നു. കുപ്പിയിൽ സംഭരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന മദ്യം പരസ്പരം കൈമാറിക്കൊണ്ട് ക്ഷേത്രത്തിന്, ഇപ്പം ഞാൻ നിൽക്കുന്നത് പടിഞ്ഞാറേ നടയിലാണ്, ഈ പടിഞ്ഞാറേ നടയുടെ സമീപത്ത് നിന്നാണ് ഇവർ ഈ പരസ്യമായിട്ട് ഈ മദ്യപാനം നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. സ്ത്രീകളടക്കം അതിനിടയിൽ സംസാരിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ക്ഷേത്രമാണ്, ആചാരമാണ്, അവിടെ ഇത്തരത്തിലുള്ള മദ്യപാനം എന്തിന് എന്നുള്ള ചോദ്യമൊക്കെ ഉയർത്തുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാനും ചില ചെറുപ്പക്കാരും അവർക്കൊപ്പമുള്ള ആളുകളും ചേർന്നിട്ടുള്ള പരസ്യമായിട്ടുള്ള മദ്യപാനമാണ് ഈ ഉത്സവത്തിനിടയിൽ നടത്തിയിട്ടുള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ അത് കുടിക്കുന്നതും കൈമാറുന്നതും അത് കുപ്പിയിൽ നിറച്ചുകൊണ്ട് വന്നതും അതേപോലെ തന്നെ വെള്ളം മറ്റൊരു കുപ്പിയിൽ സംഭരിച്ചു വെച്ചിരിക്കുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പരസ്യമായിട്ട് നൂറുകണക്കിന് ആളുകൾ നിൽക്കുന്ന സമയത്ത് അതേപോലെ തന്നെ പോലീസിന്റെ അടക്കം നിരവധി CCTV ക്യാമറകൾ അവിടെ പ്രദർശിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആയിരക്കണക്കിന് പോലീസുകാർ ഈ ക്ഷേത്രത്തിലുണ്ട്, സുരക്ഷ ഒരുക്കുന്നു എന്ന് പറയുന്നതിനിടയിലാണ് ഇത്തരത്തിലെ പരസ്യമായിട്ട് മദ്യപാനം നടത്തിയിട്ടുള്ളത്. ആ മദ്യപാനം നടത്തുന്ന ആളുകളുടെ ദൃശ്യങ്ങളും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇത് സംഭവം നടന്ന സമൂഹ മാധ്യമങ്ങളിലും വാർത്തയായിട്ടും അതേപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലടക്കം വലിയ വാർത്തയായിട്ട് വരുമ്പോഴും ഈ സംഭവം കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ പോലീസിലൊന്നും പരാതി പോലും നടത്തിയിട്ടില്ല, പരാതി നൽകിയിട്ടില്ല എന്നതാണ് നമുക്ക് അവസാനവും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ അല്പസമയം മുമ്പും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്ര മാനേജരെ അടക്കം വിളിച്ച് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും ആ ചെറുപ്പക്കാർ പരസ്പരം മദ്യക്കുപ്പികൾ കൈമാറുന്നതും മദ്യം സേവിക്കുന്നതും ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറിൽ നിന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം ദൃശ്യങ്ങളുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് പല കോണിൽ നിന്നും ആവശ്യമുയരുന്നത്. പരസ്യമായിട്ടുള്ള മദ്യപാനം നടന്നിട്ടും അത് കണ്ടില്ല എന്ന് നടിക്കുന്ന നിലയിലേക്ക് സംവിധാനങ്ങൾ മാറുന്നു. സുരക്ഷാ ക്യാമറകളുണ്ട്, പോലീസിൻ്റെ ക്യാമറകളുണ്ട്, പോലീസിൻ്റെ മത്തിയിലുള്ള പോലീസുകാരുണ്ട്. മറ്റല്ലാതെ ഇതൊന്നുമല്ലാതെ മറ്റ് ഉദ്യോഗസ്ഥരും കാക്കിയിട്ട പോലീസുകാരടക്കം ആ പ്രദേശത്ത് കാവൽ നിൽക്കുന്ന സമയത്താണ് സ്ത്രീകളടക്കം നിൽക്കുന്ന പ്രദേശത്ത് ഈ ഒരു ചടങ്ങ് നടക്കുമ്പോൾ പരസ്യ മദ്യപാനം നടന്നിട്ടുള്ളത്. ക്ഷേത്രോത്സവത്തിനിടയിലാണ് ഇത്തരത്തിൽ പരസ്യമായ മദ്യപാനം ഉണ്ടായിട്ടുള്ളത്. എന്നാലും ഈ കുറ്റക്കാർക്കെതിരെ, ഇത്തരം പ്രവൃത്തികൾ ചെയ്തവർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. സനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.